ഗ്രേറ്റർ ഇസ്രായേൽ. നമ്മൾ പ്രശാന്തേട്ട ഈ യുദ്ധം തുടങ്ങിയ ശേഷം പല ചർച്ചയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ. ശരിക്കും ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നാണ്ട് ഹമാസുമായിട്ടുള്ള യുദ്ധം തീർന്നാൽ പിന്നെ നിർത്തിക്കൂടെ, ഹിസ്ബുള്ളയായിട്ട് തുടങ്ങുന്നു, ലെബനനിലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒറ്റ ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് വിശാല ഇസ്രായേൽ. എവിടെയൊക്കെ ഇസ്രായേലിൻ്റെ ആ ജനം ഉണ്ടായിരുന്നോ ആ ഭാഗം മുഴുവൻ പിടിക്കും എന്നുള്ളതാണ്. അതാണോ ഇസ്രായേലിൻ്റെ മനസ്സിലിരിപ്പ്? ഇസ്രായേലിന്റെ മനസ്സിലിരിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അതിന്റെ ഒരു മാപ്പ് ഗൂഗിളിൽ കിടപ്പുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്നുള്ള സങ്കല്പത്തിന് ആരാ കാരണക്കാരാകുന്നത്? ഇപ്പം ഇസ്രായേൽ ഒരു ചെറിയ രാജ്യം അനുവദിച്ചു 48-ലാന്ന് തോന്നുന്നു അവിടെ. എന്നിട്ട് അന്ന് തൊട്ട് അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വട്ടം ശത്രുക്കളാണ്. അപ്പം അവര് യുദ്ധം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവരുടെ ആ സ്ഥലം സംരക്ഷിക്കുന്നതിനപ്പുറം അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതാരും കുറ്റക്കാരല്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ചൈന പറഞ്ഞു, അമേരിക്ക പറഞ്ഞു, ജപ്പാൻ അമേരിക്ക പറഞ്ഞു, ചൈന പറഞ്ഞു, ജപ്പാൻ, ബ്രിട്ടൻ പറഞ്ഞു, ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അവിടുന്ന് ആൾക്കാർ കയറിക്കോളം പറഞ്ഞു. ഇതുവരെ പറഞ്ഞിരുന്നത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറിയിരുന്നോണം, ബങ്കറുകളിൽ ഉൾപ്പെടെ മാറിയിരുന്നോണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് കയറിപ്പോന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം വളരെ കുറച്ചു നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് ലോകത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കാൻ പോവുകയാണ്, അതായത് കരയുദ്ധത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഉള്ള പട്ടാളക്കാർക്കപ്പുറം പട്ടാളക്കാരെ അവിടെ ഇറക്കി കഴിഞ്ഞു. അതായത് കരയുദ്ധത്തിലേക്ക് പോകുന്നു. അതായത് ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ലെബനിലേക്ക് കയറാൻ പോവുകയാണ്. ലെബനിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ ലെബൻ പിടിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് തന്നെയാണല്ലോ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഗാസയെ പിടിച്ചു, ഗാസയിൽ ആക്രമണം നടത്തി. അപ്പം ഈ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് കരയുദ്ധം നടത്തി, അവിടെ തുറമുഖങ്ങളെല്ലാം കീഴടക്കി, അവിടെ നേതാക്കന്മാരെ എല്ലാം കൊന്നു. അതിനുശേഷം മര്യാദയ്ക്കൊരു ചർച്ച വന്നു. ചർച്ചയ്ക്കകത്ത് ഈ പറഞ്ഞതുപോലെ തീരുമാനമൊന്നും ആയില്ല. ഈ പറഞ്ഞത് ബന്ദികളെ വിട്ടുകൊടുക്കുന്ന കാര്യമൊന്നുമില്ല. ഇസ്രായേലിന് അല്ലെങ്കിൽ വഴങ്ങുന്ന രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന രീതിയിലേക്ക് കോംപ്രമൈസ് സംവിധാനം കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അവരെ പിന്മാറി. അന്നേരമാണ് ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത്. കാരണം ഹമാസിന് വേണ്ടി ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു. ഞങ്ങൾ കാണിച്ചു തരാം. ഹിസ്ബുള്ള അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഹിസ്ബുള്ള പറഞ്ഞു, എന്തോ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം, ഞങ്ങളുടെ തുരങ്കം നിങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ പീരങ്കി ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ മിസൈൽ ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ വാണം ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങി. വാണം മിസൈൽ വെടിയിൽ തുടങ്ങി. ഇവന്മാരെ എന്നും അവിടെ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുക. ഇവന്മാരെ ലക്ഷ്യത്തിലെത്തി. ഇപ്പൊ യുദ്ധം തുടങ്ങുമ്പോഴാണല്ലോ ചർച്ചയാവുന്നത്. എന്നും ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് 1, 2, 3 മിസൈലുകൾ നിരന്തരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹമാസ്. മനസ്സിലായില്ലേ? അവർക്ക് പിന്നെ അയൺ ഡോം സംവിധാനവും ഈ മിസൈലും ഇവന്റെ ഈ ഓലപ്പടക്കവും ഒന്നും വിഷയമല്ലാത്തതുകൊണ്ട് അവരതൊക്കെ തടുത്ത് കളഞ്ഞിട്ട് മര്യാദക്കിരിക്കുകയാണ്. ഇപ്പോൾ 10ഉം 50ഉം 100ഉം മിസൈലുകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വിടുക. കഴിഞ്ഞ ദിവസം മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിട്ടു. അല്ല, എന്നിട്ട് എന്തോ ഈ മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് മൊസാദിന്റെ തലവനെ പിടിക്കാൻ നടക്കുക. വല്ലാത്ത സ്വപ്നങ്ങളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞോളൂ, നിസ്സാര സ്വപ്നമൊന്നുമല്ല. നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞോളൂ, സ്വപ്നം കാണണം. പക്ഷെ ഇവന്മാർ ഉറങ്ങിക്കിടന്നാ സ്വപ്നം കാണുന്നത്. പുള്ളി പറഞ്ഞ ഉണർന്നിരുന്ന് കാണണമെന്നാ പറഞ്ഞത്. അബ്ദുൽ കലാം പറഞ്ഞത് ഉണർന്നിരുന്ന് സ്വപ്നം കാണണമെന്നാണ്. ഇവന്മാരെ ഉറങ്ങിക്കിടന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇവന്മാർക്ക് തലയ്ക്കകത്ത് ശാലം പോലും ആള് താമസമില്ല. ഒരു കാര്യം, 2006 ഇതുപോലെ ഒരു അതിർത്തിയിൽ ഒരു വിഷയം ഉണ്ടായി, അറിയാമോ? 2006 ഇതുപോലെ 2-3 പട്ടാളക്കാരുടെ 3 പട്ടാളക്കാർ മരിച്ചതല്ല, അന്ന് കയറി നശിപ്പിച്ച് അവിടുന്ന് അന്ന് പലായനം ചെയ്താ കണ്ടമാനം ആൾക്കാർ. പക്ഷെ ഇപ്പം പിന്നെ അത് UN ചർച്ച ചെയ്തു, അവർ പിന്മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മിസൈൽ വിട്ടുകൊണ്ടിരിക്കും. ഇപ്പം ഞാനീ പറഞ്ഞത് ഹമാസിന്റെ പ്രദേശങ്ങൾ മൊത്തം അവർ പിടിച്ചെടുത്തു. പാലസ്തീൻ്റെ വിഷയം വെച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന അത്രയും കാര്യങ്ങൾ അവർ പിടിച്ചെടുത്ത് അവരുടെ കയ്യിൽ വെച്ചു. ഹമാസ് അവിടെ വെച്ച് ആ യുദ്ധം തീർക്കാം. ഹിസ്ബുള്ളയ്ക്ക് ഇടപെടേണ്ട കാര്യമില്ല. ഹിസ്ബുള്ള ഇടപെടുന്നതിന് കാരണക്കാരൻ ഇറാഖാണ്. മനസ്സിലല്ലേ? ഇറാഖ് അവരുടെ ഈ സംവിധാനത്തെ മൊത്തം നിലനിർത്തിയിരിക്കുന്ന ഇറാഖാണ്. ഈ പൈസ കൊടുക്കുന്നത്, ഈ കൂലിപ്പട്ടാളത്തെ അവിടെ നിലനിർത്തിയിരിക്കുന്നത്, അവർക്ക് വേണ്ട മിസൈൽ സംവിധാനം, ആയുധങ്ങൾ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ഇവർക്ക് റഷ്യയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊടുക്കുന്ന ഈ മിസൈൽ സംവിധാനം. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഈ യുദ്ധം ചെയ്യിക്കാം. ഇവർക്ക് അവരുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. അവന് ഈ തീവ്രവാദ ഗ്രൂപ്പും ഇറാഖും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല.
യാതൊരു വ്യത്യാസമില്ല. കാരണം 78-ന് ശേഷം അവിടുത്തെ അന്നത്തെ കലാപത്തിന് ശേഷം ഉണ്ടായത് അതിന് മുമ്പ് ഇറാഖ് എന്ന് പറഞ്ഞാൽ പേർഷ്യ ആയിരുന്നല്ലോ. അതിനുശേഷം ആ രാജ്യം ഗുണം പിടിച്ചിട്ടില്ല. കാരണം ഈ മതസംഘടനകളുടെ കയ്യിലും അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലും ആയതോടുകൂടി അത് ഗുണം പിടിച്ചില്ല. അപ്പോൾ ഇവന്മാർ ഹിസ്ബുള്ള, ഹൂതി, അതുപോലെ ഹമാസ് ഇവരുടെയൊക്കെ ഒരു രഹസ്യ സപ്പോർട്ടുകാരാണ്. വേറെ ആരെങ്കിലും കയറി ഇതുപോലെ യുദ്ധം ചെയ്യുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കും, അല്ലാത്ത ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിക്കും. ഇതാ പരിപാടി. അപ്പം കഴിഞ്ഞിട്ട് ലെവലിൽ മിസൈൽ വിടാൻ തുടങ്ങി. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇസ്രായേൽ തിരിച്ചാക്രമിച്ചു. ജോണെ 100-150 ബോംബർ വിമാനങ്ങൾ ഒരുപോലെ കയറിയ ലെവലിൽ ബോംബിങ് അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ആകാശത്തൂടെ ഒരു വിമാനം നമ്മുടെ ഈ ബോംബർ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിമാനങ്ങൾ പോകുമ്പോൾ നമ്മൾ അന്തരാജ്യത്ത് ഇത്രയും ചെറിയൊരു രാജ്യത്ത് 100-150 ബോംബർ വിമാനങ്ങൾ ഒരുപോലെ കയറി ബോംബ് ചെയ്തിട്ട് പോരുമോ? മനസ്സിലായില്ലേ? എന്നിട്ട് അവിടുത്തെ സംവിധാനങ്ങൾ പേപ്പർ പൊട്ടിത്തെറിച്ചു, ബാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു, അവിടുത്തെ ഈ ഫ്രിഡ്ജ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എടുത്ത് കളഞ്ഞു. ഈ സോളാർ പാനൽ പൊട്ടിത്തെറിച്ചു. ഈ ഇറാഖ് ഉൾപ്പെടെ ഉള്ളത് അവരുടെ പട്ടാളക്കാരുടെ ഈ ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചു. 4 വഴിക്ക് കിടക്കുമ്പോഴും ഇവിടെ നിൽക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ ഇസ്രായേലിൻ്റെ മര്യാദ വെച്ചിട്ട് അവിടെ ഞങ്ങൾ ബോംബിങ് തുടങ്ങിയാണ്, അവിടുന്ന് മാറിപ്പോണമെന്ന് അവൻ്റെ വീട്ടിനകത്തിരിക്കുന്ന ഫോണിനകത്തോട് ഇസ്രായേൽ വിളിച്ച് പറഞ്ഞു. ആ ടെക്നോളജി വരെ അവിടെ ഇല്ല. മൊത്തം ടെക്നോളജിയും ഇസ്രായേലിൻ്റെ കയ്യിലായി. അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ മൊത്തം ടെക്നോളജി ലെബനൻ ഉൾപ്പെടെയുള്ള ഇറാഖ് ഉൾപ്പെടെയുള്ളിടത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നതും അതിനകത്തോട് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇവർ പറയുന്നത് ഞങ്ങൾ ഇത്ര സമയത്ത് ബോംബ് ചെയ്യാൻ പോവുക, ഫോൺ എടുക്കുമ്പോൾ അവിടുന്ന് മാറിപ്പോകണമെന്ന് പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ നിൽക്കുന്നിടത്ത് വീണ്ടും ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് അറിയും. ജനവാസ കേന്ദ്രങ്ങളിൽ വീടുകളിൽ കൊണ്ടുവന്ന് മിസൈൽ വെക്കുക, അല്ലെങ്കിൽ അവൻ്റെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക, ബലമായിട്ട് കൊണ്ടുവയ്ക്കുക, ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ അയക്കുക. എന്നാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് തിരിച്ച് യുദ്ധ നിയമം അനുസരിച്ച് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അവരിപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ എവിടുന്ന് മിസൈൽ വരുന്ന അവിടെ വിടുക. സ്കൂളുകളിലേക്ക് മാറി താമസിക്കുന്നിട്ട് സ്കൂളിൽ ചെന്നിരുന്ന് മിസൈൽ വിടുക. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം അടുത്ത നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരയുദ്ധം പ്രഖ്യാപിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കരയുദ്ധം പ്രഖ്യാപിച്ച് ലെബനൻ പിടിച്ചെടുത്ത് ലെബനിൻ പണ്ട് ഹിന്ദു ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു. അവിടെ ഈ ഇറാനും ഇസ്രായേലും പാലസ്തീനും വിഷയം വെച്ചിട്ട് അന്ന് അതിൻ്റെ എഫക്റ്റ് അവർക്കുണ്ടായി. അവിടെ കുടിയേറി അവിടുന്ന് ഇവരെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ മാർഗ്ഗങ്ങൾ അടിച്ച് അന്ന് സൈഡ് ലൈനായിട്ടുണ്ടായ സാധനമായി ഹമാസ്. മനസ്സിലാവുന്നുണ്ട്? ഹമാസ് സംരക്ഷണ സമിതി. കാരണം ഇവിടുത്തെ PFI-കാരൻ്റെ കൂട്ടാണ്. PFI-കാരൻ പറയുമായിരുന്നല്ലോ, ഞങ്ങൾ ഇന്നാളെ തട്ടും, മറ്റവനെ ഞൊട്ടും, മറിച്ചവനെ തട്ടും, അല്ലെങ്കിൽ പോലീസുകാരൻ്റെ വീടറിയാം, അവൻ്റെ അമ്മച്ചിയുടെ വീടറിയാം, അവൻ്റെ അപ്പൂപ്പൻ്റെ വീടറിയാം, ഞങ്ങൾ അവിടെ എല്ലാം കയറും, അവസാനം ഇപ്പോൾ എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലുള്ള ഒരു ഗുണ്ടാ സെറ്റപ്പാണ് ഈ പാലസ്തീനിലെ ഹമാസും ഈ ലെബനിലെ ഹിസ്ബുള്ളയും ഹൂതിയൊക്കെ. അപ്പോൾ അതിനെ അവിടെ പ്രൊമോട്ട് ചെയ്യാൻ ചില ആൾക്കാരുണ്ട്. ഇവിടെ ചില പ്രൊമോഷൻസ് ഇന്ത്യയിലായതുകൊണ്ട് നടക്കാതെ വന്നത്. ഇവിടെയും ചില പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അകത്ത് ഇല്ലെങ്കിലും വെളിയിൽ നിന്ന് ചില പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം പരിശോധിച്ചപ്പോൾ അൽഖ്വയ്ദ IS ഉള്ളവരുമായിട്ടെല്ലാം ബന്ധം തെളിവുകൾ സഹിതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി കൊടുത്തു. PFI-കാരൻ്റെ ആഴം എത്തരത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതിൻ്റെയൊക്കെ അതേ ലെവലിലേക്ക് ഈ സാധനം ഇവിടെ ഉരുത്തിരിച്ചു കൊണ്ട് വരികയായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്. അപ്പം കേരളത്തിലും ഇന്ത്യയിലും ഇനി ഉരുത്തിരിച്ചു കൊണ്ട് വരികയായിരുന്നു. സമയോചിതമായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ കരുത്തും കൊണ്ട് ഇതിനെ തിരിച്ചറിഞ്ഞ് പിടിച്ചകത്ത് വെച്ചതാണ്. കാരണം അതുകൊണ്ടാണല്ലോ 2047 നമ്മുടെ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യം പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം അതുപോലെ പിടിച്ചിട്ടുള്ളത്. അഫ്ഗാൻ പിടിച്ചത് എങ്ങനെ 70,000 പേരെ വെച്ചാണ് പിടിച്ചത്. 4-5 കോടി ജനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ ഇറങ്ങാൻ 70,000 പേര് ആയുധമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവനെ കീഴ്പ്പെടുത്താം. ഏറ്റവും അവസാനം ബംഗ്ലാദേശ് പിടിച്ചെങ്ങനെ? ബംഗ്ലാദേശ് പിടിച്ച 10-9,000 പേര് റോഡിലിറങ്ങിയ 16 കോടി ജനം നിശബ്ദമായി. പറയാൻ മനസ്സിലായി. അതുപോലെ ഇന്ത്യ പിടിക്കാൻ 150 കോടി ജനത്തിനകത്ത് 1-2 കോടി ജനം ഇറങ്ങിയാൽ പോരെ? ആയുധവും പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ട് ഓരോ പ്രദേശവും പിടിച്ച് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരെ നിർബന്ധിതമായിട്ട് ഉപദ്രവിച്ച് അവൻ്റെ വരുതിക്ക് വരുത്തുന്നതിന് പാടൊന്നുമില്ല. ആൾക്കാരെ നിവർത്തിയിടുമ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിവർത്തികെട്ട് അവൻ്റെ ആ രീതിക്ക് നിന്ന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവതീ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഹിസ്ബുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മിസൈൽ തീർത്ത് വിട്ടുകൊണ്ടിരിക്കുക. കാരണം ഓരോ തലവന്മാരെയും കൊന്നുകൊണ്ടിരിക്കുക. ഇറാഖ് അഭിപ്രായം പറഞ്ഞതിന് ഇറാഖിൻ്റെ പ്രസിഡന്റ് ഈ യുദ്ധത്തിന് ഇറാൻ്റെ പ്രസിഡന്റ് ഇറാഖ് എന്നാണ് വരുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞതിന് ഇറാഖിൻ്റെ പ്രസിഡന്റ് ഒരു അപകടത്തിൽ അങ്ങ് മരിച്ചു. അവരൊന്നും പറഞ്ഞില്ല. അതിനുശേഷം രണ്ടാമത്തെ പ്രസിഡന്റിൻ്റെ ഈ സ്ഥാനാരോഹണത്തിന് വന്ന ഹമാസിൻ്റെ നേതാവ് മേനെ കൊന്നു. ഏറ്റവും അവസാനം നമ്മുടെ ഇയാളുണ്ടല്ലോ 7 ബില്യൺ തലയ്ക്ക് വില പറഞ്ഞിരുന്ന അക്വലിനെ കൊന്നില്ലേ? പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർ ചെറിയ സിസ്റ്റമായിട്ട് ഒരുതം മാറി അടുത്തവനുണ്ട്. അപ്പം ഇപ്പം ഈ പേജർ സംവിധാനവും വാക്കി ടോക്കി സംവിധാനം ഇലക്ട്രോണിക് സംവിധാനം എല്ലാം പോയതുകൊണ്ട് ഇവർക്ക് പരസ്പരം
ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ല. കിട്ടുന്ന മിസൈൽ കത്തിച്ചു വിടുക. മനസ്സിലായി, കരയുദ്ധം ആരംഭിക്കുകയാണ്. അപ്പം ഞാനീ പറഞ്ഞത് ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ഒക്ടോബർ 7 തൊട്ട് ഇതുവരെയുള്ള ഒരു യുദ്ധതന്ത്രം നോക്കുമ്പോൾ അവരോട് യുദ്ധം ചെയ്ത ഹമാസിനെ അവർ ഒഴിവാക്കി, അവരോട് യുദ്ധം ചെയ്ത ഹിസ്ബുള്ളയെ അവർ തീർക്കാൻ പോവുകയാണ്. ഹിസ്ബുള്ള എവിടെ നിലനിൽക്കുന്നു ആ ലെബനൻ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ആ ഹിസ്ബുള്ളയ്ക്ക് സഹായമായിട്ട് നിൽക്കുന്ന ഇറാഖ് ലെബനിൽ കയറി ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് തീർക്കുമ്പോൾ നിർബന്ധിതമായിട്ടും യുദ്ധത്തിന് തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതോടുകൂടി ഇറാഖിനെ അടിക്കാൻ സാധിക്കും. ഇറാഖിനെ അടിക്കണം എന്ന് വിചാരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ തന്ത്രമാണ്. അതോടുകൂടി ഇറാഖിൻ്റെ കാര്യവും ഏതാണ്ട് തീരുമാനവും. അതായത് ഈ യുദ്ധത്തിനകത്ത് തുർക്കി ഇടപെട്ടാലും സൗദി അറേബ്യ ഇടപെട്ടാലും ഈജിപ്റ്റ് ഇടപെട്ടാലും ഈ യുദ്ധം അങ്ങോട്ട് വ്യാപിക്കും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈജിപ്തിലെ സൂയിസ് കനാൽ ഉൾപ്പെടെ തുർക്കിയിലെ പല മേഖലകളും അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പല മേഖല, ഇതെല്ലാം വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഇപ്പം ഇറാഖിന് ഇത് സംഭവിക്കും, ലെബനൻ പിടിച്ചെടുക്കും. ഇറാൻ സംഭവിക്കും, ലെബനൻ പിടിച്ചെടുക്കും. ഈ പറഞ്ഞതുപോലെ പഴയ അവിടുന്ന് വിട്ടുപോയിട്ട് വീണ്ടും ഒരവസരം വന്നാൽ ആ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടായിക്കൂടായിക പോലുമില്ല. അവരെ അവിടെ തിരിച്ചുകൊണ്ട് താമസിപ്പിക്കാനും ഇസ്രായേലിൻ്റെ അധീനതയിൽ ആ രാജ്യത്തെ നിലനിർത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതിന് പൂർണ്ണ സപ്പോർട്ട് അമേരിക്കയുടെ ഉണ്ട്. അപ്പം ഇതുവരെയുള്ള ഒരു യുദ്ധം വെച്ചിട്ട് വിശാല ഇസ്രായേൽ എന്ന സങ്കല്പത്തിലേക്ക് പോവുകയാണ്. അത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ അതിന് തടയിടാൻ വേണ്ടി അല്ലെ നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തടയിടണമെങ്കിൽ, ചർച്ചയ്ക്ക് വരണമെങ്കിൽ ആദ്യമേ ചർച്ചയ്ക്ക് പോകേണ്ടത് ഇസ്രായേലിനോടല്ല, ഇസ്രായേലിനെ ആക്രമിച്ചവരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി മര്യാദയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇസ്രായേലിനെ നിർത്തിയാൽ മാത്രമേ ഇസ്രായേൽ പിന്മാറത്തുള്ളൂ. ഇസ്രായേൽ അടിച്ചാൽ മാത്രമേ തിരിച്ചടിക്കത്തുള്ളൂ. തിരിച്ചടിച്ചാൽ അവരാഗ്രഹിക്കുന്ന അത്രയും അടിച്ചിട്ടേ നിർത്തത്തുള്ളൂ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയിട്ടേ അവർ നിർത്തത്തുള്ളൂ. അതിപ്പം നടക്കാൻ പോവുകയാണ്. വിശാല ഇസ്രായേലിലേക്ക് യുദ്ധം പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്.